ഇന്ത്യൻ റിപ്പബ്ലിക്കിന് ഇന്ന് 75 വയസ്സ് തികയുകയാണ്. വൈവിധ്യങ്ങളുടെ നിറക്കൂട്ടുകളാൽ സമ്പന്നമായ ഒരു രാജ്യത്തിന് രാഷ്ട്രീയപരമായ അടിത്തറ ഒരുക്കുക എന്ന ഭരണഘടനാ ശില്പികളുടെ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമാണ് ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആയിത്തീരണമെന്നുള്ളത്. തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും ഒരുക്കുന്ന നാനാത്വങ്ങൾ ഈ ഏകത്വ ഭൂമിയെ ഒരു വർണ്ണമാക്കി മാറ്റുന്നു. അതിൻ്റെ സൗന്ദര്യം ഓരോ ഇന്ത്യക്കാരൻ്റെയും ഉള്ളിൽ ഒരു ത്രിവർണ്ണമായി വിടരുന്നു. റിപ്പബ്ലിക് എന്നാൽ രാഷ്ട്രത്തലവൻ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയായിരിക്കണമെന്നുള്ളതാണ്. ആയതുകൊണ്ട് ഏതൊരു ഭാരത പൗരനും ആ സ്ഥാനത്തേക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കുന്നു. അന്നു മുതൽ ഇന്ന് വരെ ഇന്ത്യ മാറി മാറി വരുന്ന തിരഞ്ഞെടുക്കപ്പെട്ട ഏതെങ്കിലും ഒരു രാഷ്ട്രത്തലവനാൽ ഭരിക്കപ്പെട്ടു എന്നുള്ളത് അഭിമാനകരമായ കാര്യമാണ്. രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയെ പാറ പോലെ ഉറച്ചു നിർത്തുവാനും സമൂഹത്തിലെ ഏറ്റവും ചെറിയ വിഭാഗത്തെ പോലും ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു ഭരണം സ്വപ്നം കാണുന്ന ഭരണഘടനാ ശില്പികൾക്ക് ഒരിക്കലും ഒഴിവാക്കാൻ സാധിക്കാത്ത ഒരു ആശയം തന്നെയായിരുന്നു റിപ്പബ്ലിക് എന്നുള്ളത്. ഇന്ത്യയുടെ മതേതരത്വം സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്നുള്ളതായി ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ ഉദ്ഘോഷിച്ചുകൊണ്ട് ഇന്ത്യയുടെ ഭാവി ഒരു രാജ്യത്തെ പൂർണ്ണ സ്വാതന്ത്ര്യത്തിൽ ഒരു പൂർണ്ണ റിപ്പബ്ലിക്കാക്കി മാറ്റുന്നതിനുള്ള നിശ്ചയദാർഢ്യം കാണിച്ച പൂർവീരെ അനുസ്മരിക്കാതെ ഈ ദിനം കടന്നു പോകുവാൻ പാടില്ല. പൂർണ്ണ പരമാധികാരവും പൂർണ്ണ സ്വാതന്ത്ര്യവും എന്ന സൗഭാഗ്യത്തിലേക്ക് ഇന്ത്യ ഏറെ ലക്ഷ്യബോധത്തോടുകൂടി ചുവടുവെച്ച് നീങ്ങി നേടിയെടുത്ത സ്വാതന്ത്ര്യം തുടർന്നുള്ള റിപ്പബ്ലിക് പദവിയും 75-ാം വർഷത്തിലും അനുസ്യൂതം തുടരുന്നു. എന്നാൽ മാറുന്ന കാലഘട്ടം, മാറുന്ന ഇന്ത്യ എന്ന മുദ്രാവാക്യത്തിൽ പറയുന്നത് പോലെ ദാരിദ്ര്യത്തിൽ നിന്നും സമ്പന്നതയിലേക്ക് മാറുന്നൊരു ഇന്ത്യയെ സ്വപ്നം കാണുവാൻ ഓരോ ഇന്ത്യക്കാരനും കടമകളുണ്ട്. സമ്പന്നത എന്നാൽ ഒരു പൗരൻ പോലും പട്ടിണിയിൽ കഴിയാത്ത, ജീവനും സ്വത്തിനും സംരക്ഷണം ലഭിക്കപ്പെടുന്ന ഒരു രാജ്യം എന്ന നിലയിൽ ഒരു രാജ്യം എത്തിച്ചേരുക എന്നുള്ളതാണ്. അതിനായി പരിശ്രമിക്കുന്ന ഒരു രാഷ്ട്രത്തലവന്മാരെയാണ് രാജ്യം തിരഞ്ഞെടുക്കേണ്ടതും നമ്മുടെ പൗരന്മാർ നിരന്തരം ശ്രമിക്കേണ്ടതും. ചുരുക്കി പറഞ്ഞാൽ രാഷ്ട്രം എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് പൗരന്മാരുടെ ചിന്താശേഷിയെ ആശ്രയിച്ചിരിക്കുന്നു. ചുരുക്കത്തിൽ റിപ്പബ്ലിക്കിൻ്റെ 75-ാം വാർഷിക ദിനമായ ഇന്ന് കർത്തവ്യപഥിൽ മുഴങ്ങുന്ന വിജയഭേരി ഒരു പുകഴ്പെറ്റ സംസ്കാരത്തിൻ്റെ രാഷ്ട്രീയ വിജയം കൂടിയാണ് എന്ന് നിസ്സംശയം പറയാം.